ഹായ് ഓൾ, വെൽക്കം ടു അവർ ന്യൂ സെഷൻ. ഒരു എക്സാം സ്പെഷ്യൽ ക്ലാസ് തന്നെയാണ്. സോ നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. ദ മോസ്റ്റ് സർട്ടൈൻ വേ ടു സക്സീഡ് ഈസ് ഓൾവേസ് ടു ട്രൈ ജസ്റ്റ് വൺ മോർ ടൈം. ഇപ്പോൾ ഈക്വലൻസി എക്സാം എഴുതാൻ പോകുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ഒരു സെക്കൻഡ് ചാൻസാണിത്. അപ്പോൾ നമ്മുടെ എപ്പോഴത്തെ ഒരു വീക്ക്നെസ് എന്താണെന്ന് നിങ്ങൾക്കറിയോ? അവർ ഗ്രേറ്റസ്റ്റ് വീക്ക്നെസ്സസ് ലൈസ് ഇൻ ഗിവിങ് അപ്പ്. നമ്മളെപ്പോഴും വേണ്ടാന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ വേണ്ട എന്ന് കരുതി ഒരുപാട് താമസിച്ച് പോയ പല കാര്യങ്ങളും ഉണ്ട്, നടക്കാതെ പോയ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് സമയം ഒട്ടും കളയാനില്ല. ഇനി എക്സാം ഇങ്ങെത്തി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. നിങ്ങൾ ജീവിതത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സമയം ഇനി പാഴാക്കുകയേ ചെയ്യരുത്, സമയം പാഴാക്കരുത്. കാരണം ഈ സമയമാണ് നിങ്ങളുടെ ജീവിതം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. Character sketch of grandmother in How I Taught My Grandmother to Read. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്, ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്യാരക്ടർ സ്കെച്ചും. സോ നമുക്ക് ആൻസറിലേക്ക് തന്നെ പോകാം. ആൻസർ: Sudhamurthy's grandmother, Krishnaka, was a 62-year-old lady. She was very loving and affectionate towards her granddaughter. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെയും, ബുള്ളറ്റായിട്ട് നിങ്ങൾക്ക് തരുന്നെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിന് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് ഓർത്ത് എഴുതാനാണ് എളുപ്പമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ പാരഗ്രാഫായിട്ട് തന്നെ എഴുതുക. പാരഗ്രാഫ് റൈറ്റിംഗ് എന്നുള്ളൊരു സെഷനാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക. ക്യാരക്ടർ സ്കെച്ചും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ. നേരത്തെയൊക്കെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ അക്ഷരകേരളി മാഗസീനിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ക്യാരക്ടർ സ്കെച്ചിനോടൊപ്പം ക്വസ്റ്റ്യൻ ആൻസേഴ്സും ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ക്യാരക്ടർ സ്കെച്ച്, ഗ്രാൻഡ് മദറിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ്, സുധാമൂർത്തിയുടെ ഗ്രാൻഡ് മദർ കൃഷ്ണാക്ക എന്ന് പറയുന്ന ആ ഒരു ലേഡി 62 വയസ്സുള്ള ഒരു ലേഡിയാണ്. ഷി വാസ് വെരി ലവിങ് ആൻഡ് അഫെക്ഷനേറ്റ്. വളരെ ഗ്രാൻഡ് ഡോട്ടറിനോട്, കൊച്ചുമകളോട് വളരെ അഫെക്ഷനേറ്റ് ആയിട്ടുള്ള, വാത്സല്യമുള്ള ഒരു ഗ്രാൻഡ് മദറാണ്. സോ the story How I Taught My Grandmother to Read, written by Sudhamurthy, teaches us many valuable things. അപ്പോൾ ഈ ഒരു പോയം നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ, ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ദ സ്റ്റോറി ടീച്ചസ് us ദാറ്റ് ഇഫ് വൺ ഹാസ് കോൺഫിഡൻസ് ഇൻ വൺ സെൽഫ്, ഇഫ് വൺ ഈസ് ഡിറ്റർമൈൻഡ്, ഹി ഓർ ഷീ വിൽ അച്ചീവ് സക്സസ് ഇൻ ലൈഫ്. അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഒരു വിശ്വാസമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് സക്സസ്സിലേക്ക് എത്താൻ പറ്റും, അല്ലെങ്കിൽ ലൈഫിൽ സക്സസ് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് പോയിന്റ് ഈസ് ഗ്രാൻഡ് മദർ വാസ് വെരി ഡിറ്റർമൈൻഡ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ സ്കെച്ചിൽ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. അവരെ പറ്റി എന്താണ് കൂടുതലായിട്ട്, നമ്മുടെ ആ ഒരു ചാപ്റ്ററിൽ അവർ വളരെ വിൽ പവർ ഉള്ള, ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു ലേഡിയാണെന്ന് പറയുന്നുണ്ട്. സ്ട്രോങ് ഡിറ്റർമിനേഷനാണ് അവർക്കുള്ളത്. അപ്പോൾ ഷീ വാസ് വെരി ഡിറ്റർമൈൻഡ്. ഷീ മെയ്ഡ് എ ഫേം ഡിസിഷൻ ടു ലേൺ കന്നഡ അറ്റ് എ ബിഗ് ഏജ്. അപ്പോൾ 62 എന്ന് പറയുന്ന ആ ഒരു ഏജിൽ നിന്നുകൊണ്ട് ആൽഫബറ്റ്സ് പഠിക്കാൻ, അല്ലെങ്കിൽ കന്നഡ ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങുകയാണ്, ആദ്യാക്ഷരങ്ങൾ കുറിക്കാൻ തുടങ്ങുകയാണ്. ഷീ ഡിഡിൻ കെയർ അബൌട്ട് ഹെർ ഏജ്. അവളുടെ ഏജിനെ പറ്റി, അല്ലെങ്കിൽ ആ ഒരു ഗ്രാൻഡ് മദർ ആണല്ലേ, ഇത്രയധികം 62 വയസ്സുള്ളൊരു ലേഡിയാണ് ഞാനെന്നൊന്നും അവർ തിങ്ക് ചെയ്യുന്നതേ ഇല്ല. ഷീ നെവർ കെയർ അബൌട്ട് ഹെർ ഏജ്. ഷീ ഹാഡ് കോൺഫിഡൻസ് ഇൻ ഹെർ സെൽഫ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അവൾക്ക് അവരെ തന്നെ ഒരു അവരുടെ ഉള്ളിലുള്ള ആ ഒരു കോൺഫിഡൻസ്, അത് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഉടനീളം കാണാൻ പറ്റും. സോ ഗ്രാൻഡ് മദർ വാസ് ഹാർഡ് വർക്കിംഗ്. അപ്പോൾ ഓരോരോ പോയിൻറ്റ്സ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുകയും അത് എക്സാമിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയും ചെയ്യണം. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള സെൻറ്റൻസുകൾ പഠിക്കുകയും എക്സാമിന് വേണ്ടിയിട്ട് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഷീ ഈവൻ ബേൺഡ് മിഡ് നൈറ്റ് എന്ന് പറയുന്ന ഒരു യൂസേജാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടു സ്റ്റേ വേക്ക് ലേറ്റ് അറ്റ് നൈറ്റ് ടു വർക്ക് ഓർ സ്റ്റഡി. നമ്മൾ രാത്രിയിൽ ഉറക്കം ഉളച്ച് പഠിക്കുകയൊക്കെ ചെയ്യാറില്ലേ, അതിന് പറയുന്നതാണ്. അപ്പോൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഒന്ന് പഠിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് ഇലാബറേറ്റ് ചെയ്ത്, എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതേ ഉള്ളൂ കേട്ടോ. ഷീ വാസ് വെരി പർട്ടിക്കുലർ വിത്ത് ഹെർ ലെസൺസ്. ഷീ യൂസ് ടു റീഡ്, റൈറ്റ്, സ്പീക്ക് ആൻഡ് റിപ്പീറ്റ് ഹെർ ലെസൺസ്. ഷീ യൂസ് ടു ഡു ഹെർ ഹോംവർക്ക്. ആൻഡ് ഗ്രാൻഡ് മദർ വാസ് എ മൾട്ടി ടാസ്കർ.
അവരൊരു മൾട്ടി ടാസ്കറാണ്. ഇപ്പം നിങ്ങളെല്ലാവരും ഓരോ മൾട്ടി ടാസ്കേഴ്സാണ് അല്ലേ? നിങ്ങൾ ഒരു ടാസ്ക് മാത്രമല്ല, പഠിത്തം എന്ന് പറയുന്ന ഒരു ടാസ്ക് മാത്രമല്ല നിങ്ങളുടെ മുന്നിലുള്ളത്, ഒരുപാട് ടാസ്കുകളുണ്ട്. അതിനൊപ്പം നിങ്ങൾ എഡ്യൂക്കേഷനെയും കൂടെ ഒപ്പം കൂട്ടുന്നു. അതാണ് നിങ്ങളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഗ്രാൻഡ് മദർ വാസ് എ മൾട്ടി ടാസ്കർ. ഷീ യൂസ് ടു ഡു ഹർ കിച്ചൺ വർക്ക് ആസ് വെൽ ആസ് ഹർ സ്റ്റഡീസ്. നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ അല്ലേ? പലരും ലേഡീസ് നമ്മുടെ പഠിതാക്കളിൽ കൂടുതൽ പേരും ഇതുപോലെ വീട്ടിലുള്ള ജോലികളും പഠിത്തവും ഒക്കെ ഒരുപോലെ കൊണ്ടുപോകുന്നവരാണ്. അപ്പോൾ ഈ ഒരു പോയിൻറ്റ്സൊക്കെ നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഷീ ഡിഡിൻ കോംപ്രമൈസ് വിത്ത് എനിത്തിങ്, ഷീ പ്ലാൻഡ് എവറിത്തിങ്, ഷീ ഹാഡ് ഇനഫ് എനർജി ടു സ്റ്റഡി. അപ്പോൾ ഏജ് കൂടി എന്ന് പറഞ്ഞിട്ട് പഠിക്കാനുള്ള ഊർജ്ജത്തിനൊന്നും ഒരു കുറവുമില്ല. ഗ്രാൻഡ് മദർ വാസ് വെരി റെസ്പെക്ട്ഫുൾ. On the day of Dasara festival, she completed her education and learned Kannada. കന്നഡ ലാംഗ്വേജിൻ്റെ ആൽഫബറ്റ്സ് പഠിച്ചു, വായിക്കാൻ പഠിക്കുന്നു. അപ്പോൾ അവരൊരു ഒരു എയിം, ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഓൺ ദി ഡേ ഓഫ് ദസറ ഫെസ്റ്റിവൽ ഷീ കംപ്ലീറ്റഡ് ഹെർ എഡ്യൂക്കേഷൻ. ഷീ ഗേവ് ദ ക്രെഡിറ്റ് ടു ഹെർ ഗ്രാൻഡ് ഡോട്ടർ ഫോർ ടീച്ചിങ് ഹെർ. അപ്പോൾ അവരെ അതാണല്ലോ ചാപ്റ്ററിൻ്റെ പേരും അല്ലേ? ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ്. അപ്പോൾ ഗ്രാൻഡ് മദർ ഗ്രാൻഡ് ഡോട്ടറിന് എല്ലാ ക്രെഡിറ്റും കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഷീ ഗേവ് ഹർ ഗ്രാൻഡ് ഡോട്ടർ എ ബ്യൂട്ടിഫുൾ ഫ്രോക്ക് ആൻഡ് ഓൾസോ ടച്ച്ഡ് ഹർ ഫീറ്റ് ടു ഷോ ഹർ ഗ്രാറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഹർ ഗ്രാൻഡ് ഡോട്ടർ. നന്ദി സൂചകമായിട്ട് കൊച്ചുമകളുടെ കാൽക്കൽ വീഴാൻ പോലും നമ്മുടെ സുധാമൂർത്തിയുടെ ഗ്രാൻഡ് മദർ ഒട്ടും തന്നെ ഹെസിറ്റേഷൻ ഒന്നും കാണിക്കുന്നില്ല, ഒരു മടിയും കാണിക്കുന്നില്ല. ഗ്രാൻഡ് മദർ വാസ് വെരി ഇൻ്റലിജൻറ്റ്. ഷീ ഈവൻ, നിങ്ങൾക്ക് ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് നോക്കുമ്പോൾ അറിയാം, ചെറിയ ചെറിയ ഫ്രാഗ്മെൻറ്റ് സെൻറ്റൻസ് പോലെ അല്ലെങ്കിൽ ചെറിയ ഷോർട്ട് ആയിട്ടുള്ള സെൻറ്റൻസുകളുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് ഏറ്റവും എളുപ്പം ആ ഒരു പോയിന്റുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ഗ്രാൻഡ് മദർ വാസ് വെരി ഇൻ്റലിജൻറ്റ്. ഷീ ഈവൻ യൂസ് ടു റിപ്പീറ്റ് ദ ലാസ്റ്റ് എപ്പിസോഡ്സ് ഓഫ് കാശി യാത്ര ടു ഹർ ഫ്രണ്ട്സ്. അപ്പോൾ ഈ ഒരു കാശി യാത്ര എന്ന് പറയുന്ന ആ ഒരു മാഗസീനിൽ വരുന്ന ആ ഒരു നോവൽ വായിക്കാനുള്ള അവരുടെ ആ ഒരു ജിജ്ഞാസയും ആങ്സൈറ്റിയും ഒക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കാണുന്നതാണ്. അപ്പോൾ അത്രയധികം ഇൻ്റലിജൻസ്, അത്രയധികം ഇഷ്ടത്തോടു കൂടി അവർ പഠിക്കാൻ, എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തെ ഇഷ്ടപ്പെടുകയും അത് പഠിക്കുകയും ചെയ്യുമ്പോൾ ആദ്യാക്ഷരങ്ങൾ കുറിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു, അവരുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് പറഞ്ഞു കൊടുക്കാനുള്ളൊരു ആഗ്രഹത്തോടു കൂടി അത് ചെയ്യുന്നതാണ് നമ്മൾ അവസാന സീനിൽ കാണുന്നത്. സോ ഒരു ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുമ്പോൾ അവരുടെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സാണ് നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾക്കറിയാവുന്ന എല്ലാ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും നിങ്ങളുടെ ആൻസറിൽ എഴുതുക. ഓക്കെ, ദെൻ ഇനി നമ്മൾ പറയുന്ന ഒരു ഇമെയിൽ റൈറ്റിംഗ് ആണ്. ഡ്രാഫ്റ്റ് ആൻഡ് ഇമെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉറപ്പായും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാവും. ഓൺ റീച്ചിങ് ഹോം, മൗറിസ് ഹെർസോഗ് ഡിസൈഡ്സ് ടു സെൻഡ് ഇമെയിൽ ടു പുതാക്കി, the Sherpa, thanking him for the service he rendered and the love, care and consideration he showed to him during the adventurous mountaineering. Draft an email for Maurice. അപ്പോൾ മൗറിസ് ഹെർസോഗ്, അപ്പോൾ അവലാൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൻ്റെ ഒരു സമ്മപ്പ് ചെയ്ത് നമുക്കൊന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്താണ് ആ അവലാൻസ് എന്ന് പറയുന്ന സ്റ്റോറിയിൽ, അപ്പോൾ നിങ്ങൾക്കറിയാം അല്ലേ, മൗറിസ് ഹെർസോഗാണ് അത് എഴുതിയിട്ടുള്ളത്. ദ അവലാൻസ് വാസ് റിട്ടൺ ബൈ മൗറിസ് ഹെർസോഗ്. In the avalanche, that is ആ ഒരു ചാപ്റ്ററിൽ ഹെർസോഗ് സ്പീക്സ് അബൌട്ട് their experience while coming down the peak. ആ ഒരു കൊടുമുടി ഇറക്കം, അതാണ് അദ്ദേഹം പറയുന്നത്. കൊടുമുടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള ആ ഒരു അവലാഞ്ചിനെ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ആ വെതറിനെ പേടിക്കുന്നു. അതൊക്കെ നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ കാണാൻ സാധിക്കും. The descent was extremely difficult. ഇതിൽ ശരിക്കും ആ ഒരു ഇറക്കം ഭയങ്കര ഭയാനകവും അല്ലെങ്കിൽ വളരെയധികം ആയാസകരവുമായിരുന്നു, ഡിഫിക്കൽട്ടായിരുന്നു. അപ്പോഴാണ് ഈ ഷെർപ്പാസ് ആയിട്ടുള്ള പുതാർക്കി എന്ന് പറയുന്ന ആ ഒരു പേരിലുള്ള ഷെർപ്പാസാണ് അവരുടെ ഒരു സഹായം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഷെർപ്പാസ്, ഹി ആൻഡ് ഹിസ് ടീം മാനേജ് ടു റീച്ച് അറ്റ് ദ ലോവർ ക്യാമ്പ്. ആ ഒരു ലോവർ ക്യാമ്പിലേക്ക് അവർ ഇറങ്ങുന്ന ആ ഒരു സീനാണ് ശരിക്കും ഈ ഒരു ദ അവലാഞ്ച് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്, മൗറിസ് ഹെർസോഗ് വീട്ടിൽ തിരിച്ചെത്തി ആൻഡ് ഹി ഡിസൈഡ്സ് ടു സെൻഡ് ആൻ ഇമെയിൽ ടു പുതാർക്കി. പുതാർക്കി എന്ന് പറയുന്ന ഷെർപ്പായ്ക്ക് ഒരു ഇമെയിൽ അയക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? താങ്കിങ് ഹിം ഫോർ എ സർവീസ്, ഫോർ ദ സർവീസ് ഹി റെൻഡേർഡ് ആൻഡ് ദ ലവ്, കെയർ ആൻഡ് കൺസിഡറേഷൻ. അപ്പോൾ ഈ ഒരു മൗണ്ടനറിങ് ടൈമിൽ, ഈ ഒരു പർവ്വതാരോഹണവും അതിൻ്റെ ആ ഒരു ഇറക്കവും ഒക്കെ ആ ഒരു സമയത്തൊക്കെ ഈ ഷെർപ്പാസ് കൊടുത്ത ആ ഒരു ലവും കെയറും കൺസിഡറേഷനും ഒക്കെയാണ് അവരുടെ ആ ഒരു ടീമിനെ ഒരു കുഴപ്പമില്ലാതെ ഏറ്റവും ലോവർ ക്യാമ്പിലേക്ക് ഇറങ്ങാൻ സഹായിച്ചത്.
സോ ഒരു താങ്കിങ് നോട്ട് ഇമെയിലായിട്ട് അയക്കാൻ പോവുകയാണ് മൗറിസ്. അപ്പോൾ ആ ഒരു ഇമെയിൽ നമ്മൾ ഡ്രാഫ്റ്റ് ആൻ ഇമെയിൽ ഫോർ മൗറിസ്. അതാണ് ക്വസ്റ്റ്യൻ. സോ ഇമെയിൽ റൈറ്റിങ്ങിന് ഒരു പാറ്റേൺ ഒക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ തൊട്ട് അറിയാവുന്നതാണ്. എന്നാലും ഒന്ന് റിഫ്രഷ് ചെയ്ത് ഓർത്ത് വെക്കേണ്ട കാര്യമുള്ളതുകൊണ്ട് നോക്കാം. അപ്പോൾ മൗറിസ് ഹെർസോഗ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് അവലാൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഇമെയിൽ റൈറ്റിംഗ് ആണ്. സോ ഈ ക്വസ്റ്റ്യൻ തന്നെ വരണം എന്നില്ല, ബട്ട് ഒരു ഇമെയിൽ റൈറ്റിംഗ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ അതിൽ ഉറപ്പായിട്ടും ഫ്രമും ടൂവും സബ്ജക്റ്റും ഉണ്ടാവണം. പിന്നെ CC BCC എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കോളവും കൂടെ വെറുതെ വരയ്ക്കാം. ഒരു കോളത്തിലായിരിക്കണം നിങ്ങൾ ഇമെയിൽ എഴുതുക. ഇത് ഏറ്റവും ചെറുതായിട്ട് ഏറ്റവും ബ്രീഫായിട്ട് നമുക്ക് പറയാൻ വേണ്ടി മാത്രം എഴുതിയിട്ടുള്ള ഒരു ഇമെയിലാണ്. സോ ഇമെയിൽ എപ്പോഴും ബ്രീഫായിരിക്കും. അപ്പോൾ ഫ്രം നിങ്ങൾക്ക് അറിയാം മൗറിസ് ആണ്. അപ്പം എന്താണ് maurice@gmail.com എന്ന് പറഞ്ഞിട്ട് എഴുതുക. ആൻഡ് ടു നമ്മൾ പുതാർക്കിക്കാണ് ഇത് എഴുതുന്നത്. സോ putarki@gmail.com. ഇങ്ങനെ നമ്മളൊന്ന് എഴുതുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ എക്സാം വാല്യുവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവാലുവേറ്ററിന് മനസ്സിലാവണം നമുക്ക് ഫ്രമും ടൂവും തിരിച്ചറിയാൻ സാധിച്ചു, ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് കോംപ്രിഹെൻഡ് ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ തന്നെ എഴുതുന്നത്. വേറൊരു ഇമാജിനേറ്ററി ഇമെയിൽ ഐ ഡി ഒന്നും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകേണ്ട കാര്യമില്ല. ആൻഡ് സബ്ജക്റ്റ് എന്താണ്? ഒരു താങ്കിങ് നോട്ടാണ്, അല്ലെങ്കിൽ നോട്ട് ഓഫ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നോട്ടാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഇത്രയുമാണ്. ഇനി എന്താണ് നമുക്ക് കണ്ടൻറ്റിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിലിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു സല്യൂട്ടേഷൻ ഉണ്ടാവണം. സല്യൂട്ടേഷൻ മീൻസ് നിങ്ങൾ എന്താണ് ഡിയർന്നോ ഹായ്ന്നോ റെസ്പെക്റ്റഡെന്നോ ഒക്കെ പറഞ്ഞ് നമ്മൾ എഴുതുന്ന അതിനാണ് സല്യൂട്ടേഷൻ എന്ന് പറയുക. അതേപോലെ തന്നെ മെയിൻ ബോഡി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതൊരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ഇമെയിലാണ്. സോ അത്രയധികം മെയിൻ ബോഡിക്ക് അത്രയധികം ഇമ്പോർട്ടൻസ് ഇല്ല. എന്നാൽ കൂടെ നിങ്ങളൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷനും ചെറിയൊരു കണ്ടൻറ്റ്, അതായത് മാറ്റർ ഇൻ ഡീറ്റെയിൽ ആൻഡ് ഒരു കൺക്ലൂഷനും നിങ്ങളുടെ ഇമെയിലിൽ ഉണ്ടാവണം. കാര്യം അവർക്ക് എക്സാം വാല്യുവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേപ്പറിൽ അത്രയധികം ഭംഗിയായിട്ടായിരിക്കണം നിങ്ങൾ ഈ ഒരു ഇമെയിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ലാസ്റ്റ് കൺക്ലൂഷൻ ഉണ്ടാവണം. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് പറഞ്ഞു പോകാം. ഹായ് പുതാക്കി, ഹോപ്പ് യു ആർ ഫൈൻ ദെയർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൗ ആർ യു, നിങ്ങൾക്ക് ഏത് സെൻറ്റൻസാണ് ഏറ്റവും ഇൻഫോർമൽ ആയിട്ടുള്ള ഏത് സെൻറ്റൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇനിഷ്യൽ സ്റ്റാർട്ടിങ് ടൈമിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. Me and my family would like to extend our warmest greeting to you as well as your family. അപ്പോൾ ഒരു സ്നേഹാന്വേഷണങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങുകയാണ്. ആഫ്റ്റർ ദ അഡ്വെഞ്ചറസ് ഞാൻ നേരത്തെയും പറഞ്ഞു ഏറ്റവും ബ്രീഫായിട്ടാണ് നിങ്ങൾക്ക് ആൻസേഴ്സ് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. ആഫ്റ്റർ ദ അഡ്വെഞ്ചറസ് മൗണ്ടനറിങ് I reached my home today itself. It was a wonderful experience for me. I am grateful for all the help and support you provided for me on the course of the journey. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകളിൽ അദ്ദേഹത്തിന് നന്ദി പ്രകാശിപ്പിക്കുകയാണ് നമ്മൾ. ഈ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള അതിസാഹസികമായിട്ടുള്ള ഈ ഒരു മൗണ്ടനറിങ്ങിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ തിരിച്ചെത്തി. ഇതൊരു എന്താണ് വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു താങ്കളോട്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ജേണിയിലുടനീളം അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടും ഹെൽപ്പും ഒക്കെ ഉണ്ടായിരുന്നു. വിതൗട്ട് യുവർ ഹെൽപ്പ് ഇറ്റ് വിൽ നെവർ ബിക്കം എ സക്സസ്ഫുൾ മിഷൻ. അപ്പോൾ ഈ ഒരു കൊടുമുടി കീഴടക്കുക എന്ന് പറയുന്ന ഒരു സക്സസ്ഫുൾ മിഷനായി മാറിയത് ഈ ഷെർപ്പാസിൻ്റെ ഹെൽപ്പോട് കൂടിയാണെന്നുള്ളത് മൗറിസ് ഓർക്കാണ്. യുവർ ലവ്, കെയർ ആൻഡ് കൺസിഡറേഷൻ വിൽ ഓൾവേസ് ബി ഇൻ മൈ മൈൻഡ്. അത് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത് തന്നെയാണ്. സോ നമ്മൾ അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് വെക്കുന്നു എന്ന് മാത്രം. അപ്പോൾ അത് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവും, ആ ഒരു ലവും കെയറും കൺസിഡറേഷനും. ഹോപ്പ് ടു സീ യു സൂൺ. താങ്കിങ് യു വൺസ് അഗൈൻ. ഞാൻ പറഞ്ഞു ഇതൊരു ഇൻഫോർമൽ ആയിട്ടുള്ള ഇമെയിലാണ്. നിങ്ങളിതിൽ നിങ്ങളുടെ ആഡ് ഓൺസ് നിങ്ങൾക്ക് അഡീഷണലായിട്ട് എന്ത് വേണമെങ്കിലും എഴുതി ചേർക്കാം. പക്ഷേ മിനിമം ഇത്രയുമെങ്കിലും എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ആൻഡ് ലാസ്റ്റ് ഒരു കൺക്ലൂഡിങ് നോട്ട് അല്ലെങ്കിൽ കൺക്ലൂഷനായിട്ട് വിത്ത് ലോഡ്സ് ഓഫ് ലവ്, മൗറിസ്. അപ്പോൾ ഒരു ഇമെയിൽ റൈറ്റിംഗ് ഉറപ്പായും നിങ്ങളുടെ എക്സാമിനുണ്ടാവും. അതിൻ്റെ പാറ്റേൺ എങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു വയ്ക്കുക. ആൻസർ ടു ദ ക്വസ്റ്റ്യൻ എന്നാണ് പറയുന്നത്. സോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നമുക്കറിയില്ല, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താവും ഉണ്ടാവുമെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒരു ഇമെയിൽ റൈറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ നടത്തുക. സോ റൈറ്റ് എ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് ദ പോയം റിമെമ്പർ മീ. ഇത് ഞാൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള എൻ്റെ ഒരു എനിക്കൊരു ഈ ഒരു ചാപ്റ്റർ ഓടിച്ചു നോക്കുമ്പോൾ റിമെമ്പർ മീ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ആലീസ് വോക്കറിൻ്റെ കണ്ടംപററി റെലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയവും ഒക്കെ ആയതുകൊണ്ട് അതും കൂടെ ഈ ഒരു നമ്മുടെ സെഷനിൽ ഉൾപ്പെടുത്തുകയാണ്.
സോ റൈറ്റ് എ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് ദ പോയം റിമെമ്പർ മീ എന്നുള്ള പോയം നിങ്ങൾക്കറിയാം. വളരെ എന്താണ് സിമ്പിളായിട്ടുള്ളൊരു പോയമായിരുന്നു. ഈ ഒരു പോയത്തിൽ കൂടെ കടന്നു പോയിട്ടുള്ള ഓരോരുത്തർക്കും ഇതിൻ്റെ വരികളും ഒക്കെ ഓർമ്മ ഉണ്ടാവും. അപ്പോൾ റിമെമ്പർ മീ, ഐ ആം ദ ഗേൾ വിത്ത് ദ ഡാർക്ക് സ്കിൻ എന്ന് പറഞ്ഞിട്ടാണ് ഒരു പോയം തുടങ്ങുന്നത്. സോ നമുക്ക് ഒരു ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ, ഏറ്റവും ചെറുതായിട്ടുള്ള രീതിയിലൊരു ആസ്വാദനക്കുറിപ്പാണ് തന്നിരിക്കുന്നത്. സോ നോക്കാം. അപ്പോൾ ആലീസ് വോക്കറിനെ പറ്റി ഒരു വാക്ക് നിങ്ങൾ ഇൻട്രൊഡക്ഷനായിട്ട് പറയുക. ആൻഡ് റിമെമ്പർ മീ എന്ന് പറയുന്ന ഈ ഒരു പോയം ശരിക്കും എന്താണ്, ദ പോയം റിമെമ്പർ മീ is the gift that Alice Walker gives to those who stand against injustice in society. അപ്പോൾ സൊസൈറ്റിയിലുള്ള അനീതികൾക്കെതിരെ, എന്താണ് അസമത്വങ്ങൾക്കെതിരെ പൊരുതുന്ന ഓരോരുത്തർക്കും വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ശബ്ദം, അവരുടെ ഒരു വക്താവാണ് ആലീസ് വോക്കർ. അപ്പോൾ ആലീസ് വോക്കർ ഈസ് ആൻ അമേരിക്കൻ നോവലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ, പോയറ്റ് ആൻഡ് സോഷ്യൽ ആക്ടിവിസ്റ്റ്. ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റാണ് അവർ. എന്താണ്, സാമൂഹ്യ പ്രവർത്തകയാണ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററും പോയറ്റും നോവലിസ്റ്റും ഒക്കെയാണ്. ദ പോയം റിമെമ്പർ മീ ഇഗ്നൈറ്റ്സ് ദ പോയറ്റ്സ് പാഷൻ. അപ്പോൾ ശരിക്കും ഈ ഒരു പോയത്തിൽ അവരുടെ ആ ഒരു പാഷൻ ഉണ്ടല്ലോ, എന്താണ് അവരുടെ വികാരം അവർ ശരിക്കും ഇഗ്നൈറ്റ് ചെയ്ത് നമ്മളെ കാണിക്കുന്നുണ്ട്. അത് ഇങ്ങനെ അതിൻ്റെ ഒരു സ്പാർക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഷീ ഹോപ്സ് ഫോർ ആൻ ഈറ ഓഫ് പ്രോഗ്രസ് ഫോർ വുമൻ. ഇപ്പോൾ സ്ത്രീ ശാക്തീകരണം, എംപവർമെൻറ്റ് ഓഫ് വുമൻ എന്നുള്ളൊരു കൺസെപ്റ്റ് അവരുടെ ഉള്ളിലുണ്ട്. അവരുടെ എല്ലാ വർക്ക്സിലും നമുക്കത് കാണാൻ സാധിക്കും. ദ പോയം റെപ്രസെൻറ്റ്സ് ദ ഹീലിംഗ് ഓഫ് എ ബ്ലാക്ക് വുമൻ. അപ്പോൾ ഒരുപാട് മുറിവേറ്റ, എന്താണ് കറുത്ത വർഗ്ഗക്കാരി എന്നുള്ള പേരിൽ ഒരുപാട് മുറിവേറ്റിട്ടുള്ള ഒരു സ്ത്രീയെ, അവരുടെ ഒരു എന്താണ് അവരുടെ ആ മുറിവ് ഉണക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പോയമാണ് വേണമെങ്കിൽ റിമെമ്പർ മീയെ നമുക്ക് വിശേഷിപ്പിക്കാം. ദ പോയം റെപ്രസെൻറ്റ്സ് ദ ഹീലിംഗ് ഓഫ് എ ബ്ലാക്ക് വുമൻ. ദിസ് പോയം റിമെമ്പർ മീ ഈസ് റിട്ടേൺ ഇൻ ദ ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവായിട്ടാണ് ഈ ഒരു പോയം നമുക്ക് കാണാൻ പറ്റുന്നത്. ബിക്കോസ് നമുക്ക് ആ ഒരു പോയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ആം ദ ഗേൾ എന്നുള്ള ആ ഒരു എന്താണ് ലൈനിനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഐ ആണ് ഫസ്റ്റ് പേഴ്സൺ. സോ ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവായിട്ടാണ് ഈ ഒരു പോയം ഉടനീളം പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇറ്റ് അനലൈസസ് ദ പോയിറ്റസ് ആലീസ് വോക്കേഴ്സ് ഓൺ ചൈൽഡ്ഹുഡ്. അപ്പോൾ ആലീസ് വോക്കറിൻ്റെ തന്നെ കുട്ടിക്കാലത്തേക്കുള്ളൊരു തിരിച്ചുനോട്ടവും കൂടിയാണ് ഈ ഒരു പോയം. ദ ഗേൾ ഇൻ ദ പോയം ഈസ് ആക്ച്വലി ദ പെർസോണിഫിക്കേഷൻ ഓഫ് മെനി ബ്ലാക്ക് വിമൻ. പക്ഷേ ആലീസ് വോക്കറിൻ്റെ കുട്ടിക്കാലത്തുള്ള കാര്യം പറയുന്നതിനോടൊപ്പം ഇത് ശരിക്കും എന്താണ്, ഒരു ബ്ലാക്ക് വിമനെ കോമൺ ആയിട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ ജനറലൈസ് ചെയ്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ദ ലൈഫ് ഓഫ് ബ്ലാക്ക് വുമൻ ഈസ് ഡാർക്കൻഡ് ബൈ ദ ഇൻജസ്റ്റിസ് ഓഫ് ബീയിങ് ബ്ലാക്ക്. അപ്പോൾ സ്ത്രീ കറുത്ത വർഗ്ഗക്കാരി ആയതുകൊണ്ട് ഒരുപാട് ഇൻജസ്റ്റിസ് നേരിടേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ കാര്യം, അല്ലെങ്കിൽ അവരുടെ ലൈഫ്. ഒൺലി വൈറ്റ് വിമൻ ആർ ബെസ്റ്റ് ലൈക്ഡ് ബൈ ദ വേൾഡ്. നമുക്ക് അറിയാം, കറുത്ത വർഗ്ഗക്കാരെയും ഈ ഒരു എന്താണ് വൈറ്റ്സ് അവരെ എങ്ങനെയൊക്കെ ശരിക്കും ബ്രൂട്ടലായിട്ട് എന്താണ് ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത് ശരിക്കും ബ്ലാക്ക് വിമൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, അവരുടെ സ്ട്രഗ്ലിങ് ഒക്കെ ഈ ഒരു പോയത്തിൽ ആലീസ് വോക്കർ നമ്മളോട് പറയുന്നുണ്ട്. വോക്കർ വാണ്ട്സ് ദ റീഡേഴ്സ് ടു കോംപ്രിഹെൻഡ് ദിസ് ട്രൂത്ത്. ഈ ഒരു സത്യം ഇതൊരു ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സത്യം തന്നെയാണ്. അപ്പോൾ ആലീസ് വോക്കർ അവരുടെ ആഗ്രഹം ഇതാണ്, നമ്മളായിട്ടുള്ള റീഡേഴ്സ് എല്ലാവരും ഇത് കോംപ്രിഹെൻഡ് ചെയ്ത് മനസ്സിലാക്കുക. സച്ച് ബ്ലാക്ക് വിമൻ ആർ മാർജിനലൈസ്ഡ്. ഇവർ ശരിക്കും മാർജിനലൈസ്ഡ് ആണ് അല്ലേ. നമുക്കറിയാം, ഒരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മാർജിൻ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ഭാഗമാണ്. സ്ത്രീ അല്ലെങ്കിൽ ബ്ലാക്ക് വിമൻ എന്നുള്ളത് അവരെ ശരിക്കും മാർജിനലൈസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ശരിക്കും ആ ഒരു പോയിൻ്റൊക്കെ ഫോക്കസ് ചെയ്താണ് ഇവർ ഈ ഒരു പോയം പറയുന്നത്. ഫീമെയിൽ ഡ്യൂട്ടീസ് ആർ നോട്ട് ഫൗണ്ട് ഇൻ ദി ഫോർത്ത് സ്റ്റാൻസ. ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, ഇതൊരു ചെറിയ രീതിയിലാണ്, ഒരു ഇലാബറേറ്റ് രീതിയിൽ നമുക്ക് ഈ ഒരു റിമെമ്പർ മീയെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു പീക്ക് ടൈമിൽ നമ്മൾ അതിന് പോകുന്നില്ല. ഫീമെയിൽ ഡ്യൂട്ടീസിനെ പറ്റി തുടക്കത്തിലൊക്കെ പറയുന്നുണ്ട്, ബട്ട് ഫോർത്ത് സ്റ്റാൻസയിൽ നമുക്കതൊന്നും കാണാൻ സാധിക്കുന്നില്ല. ദി ഫിഗർ ഇൻ ദ പോയം ഈസ് എ ഗേൾ ഹോൾഡിങ് ദെയർ ബേബീസ്. അപ്പോൾ നമുക്ക് ആ ഫീമെയിൽ ഡ്യൂട്ടീസിൽ പറയുന്നത് ഇതൊക്കെയായിരുന്നു. അവൾ കുട്ടികളെ എടുത്തുകൊണ്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ കുക്കിംഗ് ദെയർ മീൽസ്, സ്വീപ്പിംഗ് ദെയർ യാർഡ്സ് ആൻഡ് വാഷിംഗ് ദെയർ ക്ലോത്ത്സ്. അതിനി ആഫ്രിക്കൻ വിമൻ ആണെങ്കിലും ഇന്ത്യൻ വിമൻ ആണെങ്കിലും ഓൾമോസ്റ്റ് സെയിം ആണ് അല്ലേ. കുട്ടികളെ എടുക്കുന്നതും വീട്ടിൽ പാചകം ചെയ്യുന്നതും തുണി കഴുകുന്നതും മുറ്റമടിക്കുന്നതും ഒക്കെ സ്ത്രീകളുടെ ജോലിയായിട്ടാണ് ഇപ്പോഴും നമ്മളെ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ ഒരു ഭാഗമാണത്. വോക്കർ എക്സ്പ്രസ്സസ് ദ ഹോപ്പ് ദാറ്റ് വിമൻ വിൽ നോ ലോങ്ങർ ബി കണ്ടംൻഡ് ടു പെർഫോം ദീസ് ഡ്യൂട്ടീസ്.
അപ്പോൾ എന്താണ് ഒരു പ്രതീക്ഷയുടെ ഒരു പൊൻകിരണമൊക്കെ നമ്മുടെ ആലീസ് വോക്കർ നമുക്ക് മുന്നിൽ വെക്കുന്നുണ്ട്. ഇനിയും ഇത്തരത്തിൽ സ്ത്രീകളുടെ ജോലി എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്ത് മാറ്റേണ്ട ഒന്നല്ല, അല്ലെങ്കിൽ എല്ലാം സമത്വം എന്നുള്ള ഈക്വാലിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റാണ് അവർ പറയുന്നത്. ഷീ ഈസ് ഹോപ്പ്ഫുൾ ടു സേ ദാറ്റ് വിമൻ ഹാവ് എ ചോയ്സ് അബൌട്ട് ദെയർ ഫെമിലിയൽ ഡ്യൂട്ടി. അപ്പോൾ ഫെമിലിയൽ ഡ്യൂട്ടി മീൻസ് ഒക്കറിങ് ഇൻ എ ഫാമിലി. ഒരു ഫാമിലിയിൽ നടക്കുന്ന എല്ലാ ജോലികളും, ചില ജോലികൾ ചില സ്ത്രീകൾക്ക് ഇഷ്ടമുണ്ടായിരിക്കില്ല, പക്ഷേ അതും നിർബന്ധപൂർവ്വം അവർ ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു ചോയ്സ് കൊടുക്കുക എന്നുള്ളതും ആലീസ് വോക്കർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഹർ വർക്ക് സ്പീക്ക് അബൌട്ട് അഗൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ്, സെക്ഷൽ അബ്യൂസ് ആൻഡ് റേസിസം. അപ്പോൾ ഇവരുടെ വർക്ക്സിലെല്ലാം നമുക്ക് കാണാം. ഇപ്പോൾ ഈ ഒരു റിമെമ്പർ മീ എന്ന് പറയുന്ന ഈ ഒരു പോയത്തിൽ മാത്രമല്ല, അവരുടെ ഒട്ടുമിക്ക വർക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഡൊമസ്റ്റിക് വയലൻസിൻ്റെയും ഗാർഹിക പീഡനത്തിൻ്റെയും സെക്ഷൽ അബ്യൂസിൻ്റെയും റേസിസത്തിൻ്റെയും ഒക്കെ വംശീയതയുടെ പേരിലൊക്കെ മാർജിനലൈസ് ചെയ്യപ്പെടുന്ന ആൾക്കാരുടെ ബുദ്ധിമുട്ടുകളെ പറ്റി അല്ലെങ്കിൽ അവരുടെ ഹാർഡ്ഷിപ്സിനെ പറ്റിയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹെർ ലാസ്റ്റ് 2 stanzas tell. റിമെമ്പർ മീയിലെ ഈ ഒരു ലാസ്റ്റ് 2 വരികൾ, 2 സ്റ്റാൻസയിൽ അവർ പറയുന്നത് ടെൽ ഹ്യൂമാനിറ്റി വാട്ട് വിമൻ ആർ ഹോപ്പിംഗ് ഫോർ. ഇറ്റ് ഈസ് ജസ്റ്റിസ് ആൻഡ് ഹോപ്പ് ആൻഡ് ജസ്റ്റിസ്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഐ ആം ദ വിമൻ ഓഫറിംഗ് 2 flowers whose root are twin. ജസ്റ്റിസ് ആൻഡ് ഹോപ്പ് ആൻഡ് ജസ്റ്റിസ്. ലെറ്റ് us begin. അപ്പോൾ ലെറ്റ് us begin എന്ന് പറഞ്ഞിട്ട് ഒരു വിപ്ലവത്തിനുള്ള ഒരു ആഹ്വാനം കൊടുക്കുന്ന പോലെയാണ് ശരിക്കും നമ്മുടെ ആലീസ് വോക്കർ അവസാനം പറഞ്ഞു നിർത്തുന്നത്. ലെറ്റ് us begin, നമുക്ക് തുടങ്ങാം എന്ന് പറയുന്നുണ്ട്. അതിങ്ങനെ സപ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് സ്ട്രഗിളിങ്ങിലൂടെ കടന്നു പോകുന്ന സ്ത്രീ സമൂഹത്തോട് അവർ പറയുന്നതാണ്. സോ the poet makes use of the figure of speech metaphor. I am the women offering flowers. They are twin flowers, hope and justice. Thus the poem invites us for a struggle. ശരിക്കും നമ്മളെ തന്നെ ഒരു സ്ട്രഗിളിനെ ക്ഷണിക്കുന്ന പോലെയാണ് അല്ലേ ഈ ഒരു പോയത്തിൻ്റെ അവസാനം നമ്മുടെ ആലീസ് വോക്കർ പറഞ്ഞു നിർത്തുന്നത്. ലെറ്റ് us begin. It makes hope and justice a reality. ശരിക്കും നമുക്ക് സ്ട്രഗിൾ ചെയ്ത് തുടങ്ങണം, അല്ലെങ്കിൽ നമുക്ക് പൊരുതി തുടങ്ങണം. അപ്പോൾ ജസ്റ്റിസ് ആൻഡ് ഹോപ്പ് എന്ന് പറയുന്നത് ഇവിടെ ശരിക്കും കമ്പയർഡ് ടു 2 flowers, 2 പൂക്കളെ പോലെ അവർ ഉപമിക്കുകയാണ്. അതിൻ്റെ വേരുകൾ ഇരട്ട വേരുകളുള്ള ട്വിൻ പറയുന്നുണ്ട്. ഹൂസ് റൂട്ട്സ് ആർ ട്വിൻ, അതിൻ്റെ റൂട്ട്സ് ട്വിൻ ആണെന്ന് പറയുന്നുണ്ട്. സോ ഹോപ്പ് ആൻഡ് ജസ്റ്റിസ് എന്ന് പറയുന്നതിനെ ശരിക്കും കമ്പയർഡ് ടു 2 flowers. ഇവിടെ ശരിക്കും മെറ്റഫർ എന്ന് പറയുന്ന ഫിഗർ ഓഫ് സ്പീച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പോയറ്റിക് ബ്യൂട്ടിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഫിഗർ ഓഫ് സ്പീച്ച്, ദാറ്റ് ഈസ് മെറ്റഫോർ ഹിയർ. സോ ഇറ്റ് മേക്സ് ഹോപ്പ് ആൻഡ് ജസ്റ്റിസ് എ റിയാലിറ്റി. നമുക്കും അങ്ങനെ പ്രത്യാശിക്കാം. സോ ഇനി ഒരു ക്യാരക്ടർ സ്കെച്ചോടെ നമ്മൾ ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് മിസ്സസ് പിയേഴ്സൺ. മിസ്സസ് പിയേഴ്സൺ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. മദേഴ്സ് ഡേയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. മിസ്സസ് പിയേഴ്സൺ ഇൻ ദ പ്ലേ മദേഴ്സ് ഡേ ഈസ് എ ടിപ്പിക്കൽ ഹൗസ് വൈഫ്. ഒരു ടിപ്പിക്കലായിട്ടുള്ള ഹൗസ് വൈഫിൻ്റെ ഒരു സ്റ്റോറിയാണ് അല്ലേ. നിങ്ങൾക്ക് മദേഴ്സ് ഡേ എന്ന് പറയുന്നതിൻ്റെ ഒരു സ്റ്റോറിയിൽ ഒരു സാധാരണ ഒരു കുടുംബിനി എന്തൊക്കെ സ്ട്രഗിളിങ് അല്ലെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അവരൊരു സ്ലേവിനെ പോലെ ആ വീട്ടിൽ ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ തന്നെ ഒരു ഡ്രാമാറ്റൈസ് ചെയ്തിട്ട് നല്ല രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ മുന്നിൽ. മിസ്സസ് പിയേഴ്സൺ ഇൻ ദ പ്ലേ, ഈ ഒരു നാടകത്തിൽ മദേഴ്സ് ഡേ എന്ന് പറയുന്ന ഒരു നാടകത്തിൽ ഇസ് ഒരു ടിപ്പിക്കൽ ഹൗസ് വൈഫാണ്. മിസ്സസ് പിയേഴ്സൺ ഈസ് എ ലവിങ് മദർ ആൻഡ് എ ജെന്റിൽ വൈഫ്. ഒരു നല്ല അമ്മയും ഒരു നല്ല ഭാര്യയും ഒക്കെയാണ് മിസ്സസ് പിയേഴ്സൺ. മിസ്സസ് പിയേഴ്സണോട് നമുക്ക് സ്നേഹം തോന്നും അല്ലേ. ഷീ വർക്ക്സ് ഹാർഡ് ടു കീപ് ഹർ ഹസ്ബൻഡ് ആൻഡ് ചിൽഡ്രൻ ഹാപ്പി. അപ്പോൾ സാധാരണ എല്ലാ അമ്മമാരെയും പോലെ അല്ലെങ്കിൽ എല്ലാ കുടുംബിനികളെയും പോലെ ഹസ്ബൻഡിനെയും മക്കളെയും ഒക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവർ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. ഷീ വർക്ക്സ് ഓൾ അവേഴ്സ് ഓഫ് ദ ഡേ. She does her best to keep them happy. Her excessive love and care have spoiled them. അപ്പോൾ ശരിക്കും അവരെ സ്പോയിൽ ചെയ്തതിന് റീസണും ഇവരുടെ ഈ എക്സസീവായിട്ടുള്ള സ്നേഹവും കെയറും ഒക്കെ ആവാം അല്ലേ. അവരെ ചെയ്യേണ്ട ജോലികൾ പോലും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ അവരോട് കൂടുതൽ സ്നേഹവും കെയറും ഒക്കെ കാണിക്കുന്നുണ്ടാവാം. അപ്പോൾ സ്പോയിൽഡ് ദം, സ്പോയിലിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് സ്പോയിൽഡ് ദം. ഓക്കെ, സോ ഷീ ഈസ് എ സിമ്പിൾ ഹാർട്ടഡ് വിമൻ. വളരെ അവളുടെ
വളരെ പാവമായിട്ടുള്ളൊരു സ്ത്രീയാണ്, വളരെ ജെൻറ്റിലായിട്ടുള്ളൊരു വൈഫാണെന്നൊക്കെ നമ്മളോട് പറഞ്ഞു അല്ലേ. ഷി വാസ് നെഗ്ലക്റ്റഡ് ബൈ ഹെർ ഫാമിലി ആൻഡ് ട്രീറ്റഡ് ഹെർ ആസ് എ സ്ലേവ്. ഒരു അടിമയെ പോലെയാണ് ആ സ്ത്രീയെ അവർ പരിഗണിക്കുന്നത്. അവർ പരിഗണിക്കുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അവഗണിക്കുകയാണ്, ഇഗ്നോർ ചെയ്യുകയാണ്, നെഗ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഷി വാസ് നെഗ്ലക്റ്റഡ് ബൈ ഹെർ ഫാമിലി ആൻഡ് ട്രീറ്റഡ് ആസ് എ സ്ലേവ്. ഷി വാസ് എ പ്ലസൻറ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി പ്ലേ. അപ്പോൾ ഈ ഒരു പ്ലേയുടെ തുടക്കത്തിൽ പ്ലസൻറ്റ് ആണോയെന്ന് ചോദിച്ചാൽ യെസ്, ഷി വാസ് പ്ലസൻറ്റ്, ബട്ട് ഷി അറ്റ് ദ സെയിം ടൈം ഷി വാസ് വറിയിങ്, എന്തോ ഒരു കാര്യത്തിൽ വറി ചെയ്യുന്നുമുണ്ട്. ഷി വാസ് മീക്ക് ആൻഡ് നെർവസ്. അവർ നെർവസ് ആയിട്ട് കാണപ്പെടുന്നുണ്ട് തുടക്കം തൊട്ട്. ബട്ട് അറ്റ് ലാസ്റ്റ് ഷീ ട്രാൻസ്ഫോംസ് ഇൻ ടു സ്ട്രോങ് ആൻഡ് ഡോമിനേറ്റിംഗ് വിമൻ. പക്ഷെ അവസാനം നമുക്ക് കാണാൻ സാധിക്കും, ഈ ഒരു ഡ്രാമയുടെ അവസാനം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു വിമനായിട്ട് നമ്മുടെ മിസ്സസ് പിയേഴ്സൺ ട്രാൻസ്ഫോം ചെയ്യുന്നതായിട്ടാണ്. ഷീ ട്രാൻസ്ഫോംസ് ഹെർ ഫാമിലി ആൻഡ് കറക്റ്റ്സ് ദ സ്പോയിൽഡ് ഫാമിലി മെമ്പേഴ്സ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ സ്കെച്ചിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ബ്രീഫായിട്ട്, ബ്രിവിറ്റി ഈസ് ദ സോൾ ഓഫ് വിറ്റ് എന്ന് പറയുന്ന പോലെ ഏറ്റവും ബ്രീഫായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിനകത്ത് ഒരുപാട് അഡീഷൻസ് ചെയ്യാനുണ്ട്, ഒരുപാട് ആഡ് ഓൺസ് ചെയ്യാനുണ്ട്. അറ്റ്ലീസ്റ്റ് ഇത്രയും പോയിൻറ്റ്സ് എങ്കിലും നിങ്ങളുടെ എക്സാമിന് എഴുതുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് കുറച്ച് പോയിൻറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നത്. സോ ഷീ ട്രാൻസ്ഫോം ഹെർ ഫാമിലി ആൻഡ് കറക്റ്റ്സ് ദ സ്പോയിൽഡ് ഫാമിലി മെമ്പേഴ്സ്. അവർ തന്നെ വഷളാക്കിയ ആ ഫാമിലി മെമ്പേഴ്സിനെ കറക്റ്റ് ചെയ്യുകയും അവർ ഒന്നും കൂടെ ഡോമിനേറ്റിംഗ് അല്ലെങ്കിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ത്രീയായി മാറുകയുമാണ് അവസാനം ഈ ഒരു പ്ലേയുടെ അവസാനം നമ്മൾ കാണുന്നത്. So that's all for this lesson അല്ലെങ്കിൽ for this session. But your best effort, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ എക്സാം വളരെ അടുത്തെത്തി, ഇനി കുറച്ച് 2 ദിവസം മാത്രമാണ് നിങ്ങളുടെ എക്സാമിനുള്ളത്. സോ പുട്ട് യുവർ ബെസ്റ്റ് എഫേർട്ട് ഓൺ ദി എക്സാം ആൻഡ് ഷുവർ God will surely crown you with success. My good wishes will always be with you. Best of luck. നിങ്ങളോട് ഒരുപാട് പ്രാർത്ഥനയോടെ നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. ഉറപ്പായും നിങ്ങളെ ദൈവം കിരീടം അണിയിക്കും. സോ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, എക്സാം അറ്റൻഡ് ചെയ്യുക. ഇനി ഒരു ചാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ദിസ് ഈസ് യുവർ ലാസ്റ്റ് ചാൻസ്, അങ്ങനെ കരുതുക. സോ താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ ലിസണിങ് ആൻഡ് ബെസ്റ്റ് ഓഫ് ലക്ക്.